ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഷാനി മനസ്സിലാക്കുകയാണ്. ഇതിനെക്കുറിച്ച് മനോഹറിനോട് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, ദേ നിങ്ങൾ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങളുടെ മകളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നിങ്ങളല്ല അവരെ പ്രസവിച്ചെന്നുള്ള സത്യം, അതൊക്കെ എനിക്ക് മകളോടും പറയേണ്ടി വരും. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ മകളെ ഞാനല്ല പ്രസവിച്ചെന്ന്? ഞാൻ തന്നെയാണ് എൻ്റെ മകളെ പ്രസവിച്ചത് എന്ന് ഷാരി പറയുമ്പോൾ, നിങ്ങൾ ആരോടാ ഈ കള്ളം പറഞ്ഞത്? എല്ലാ സത്യങ്ങളും നിങ്ങളെക്കാൾ മുമ്പ് മനസ്സിലാക്കിയതാണ് ഞാൻ. അത് നിങ്ങൾക്ക് അറിയാവോ? അതെ, DNA ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നടന്നാലേ മകളെ കൊടുക്കേണ്ടി വരും. എന്താ അത് വേണോ നിങ്ങൾക്ക്? ഇപ്പൊ ആകെയുള്ള സ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മകള് മാത്രമാണ്. അതുകൊണ്ട് അത് വേണോ, അത് എൻ്റെ കള്ളത്തരം മകളോട് പറഞ്ഞ് എല്ലാം ഇല്ലാതാക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഷാരി ഒന്നും പറയണ്ട തന്നെ തീരുമാനിക്കും. പക്ഷെ വീട്ടിലെത്തിയ ഷാരിക്ക് ഒരു സമാധാനം ഉണ്ടാക്കുകയാണെങ്കിൽ മനോഹർ വന്നിട്ട് തൻ്റെ മകളെ പുഞ്ഞാരിപ്പിക്കണതും അതുപോലെ മകളോട് സ്നേഹം കാണിക്കണത് കാണുമ്പോൾ ഷാരിക്ക് ദേഷ്യം വരും കേട്ടോ. കാരണം ഇത്രയും കള്ളത്തരം ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ മോളെ ചതിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഷാരിക്ക് ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ ഷാരിയാണെങ്കിൽ എല്ലാം കുറിച്ച് ആലോചിച്ചിട്ട് ആകെ വിഷമിച്ച് പൊട്ടിക്കരയുടെ. കാരണം താൻ ഒരുപാട് പേരുടെ ജീവിതമല്ലേ തകർത്തത്. കിരൺ, കല്യാണി, സേനൻ, രൂപ അവരൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഷാരി കുറ്റബോധം കൊണ്ട് കരയുവാണ്. അതിനുശേഷം ഷാരി വിചാരിക്കും, ഇവൻ എല്ലാം പറയുമെന്നുള്ള പേടി കൊണ്ട് എന്തിനാ ജീവിച്ചിരിക്കണം? ഒരു കാര്യം ചെയ്യും, ഞാൻ ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ജീവിതം തീർന്നു. ഇനി ജീവിച്ചാലും എന്ത് മരിച്ചാലും എന്ത്, എന്തായാലും ജയിലിൽ പോയി കിടക്കാം. അതിന് പക്ഷെ എൻ്റെ മോളുടെ ജീവിതം ഇവൻ കാരണം തീരില്ല. അതുകൊണ്ട് എങ്ങനെയും ഇവൻ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ജയിലിൽ പോകുള്ളൂ എന്ന് ഷാരി തീരുമാനിക്കുകയാണ്. ഷാരിക്ക് അത് മടിക്കാത്ത ഒരാളാണെന്ന് ഷാരി നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ മനോഹറിനെ ഇല്ലാതാക്കിയിട്ട് ഷാരി ജയിലിൽ പോയി കിടക്കാനും റെഡിയാവുന്ന ഭാഗങ്ങളായിട്ട് ഇനി കാണാൻ പോണത്. ഇനി പറയാൻ പറ്റില്ല, മനോഹർ എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണുപിടിയൻ്റെ ആ ഒരു ജീവിതം ഷാരിയുടെ കൈകളിലായിരിക്കും മിക്കവാറും തീരുന്നത്. കാരണം എത്ര പെണ്ണുങ്ങളുടെ ജീവിതമാണ് ഇങ്ങനെ ഇല്ലാതാക്കണത്. എല്ലാവരുടെയും ശാപവും, വീട്ടുകാരുടെ ശാപം, പെണ്ണുങ്ങളുടെ ശാപം, അവരുടെ പിള്ളേരുടെ ശാപം എല്ലാം ഉണ്ടല്ലോ. അതെല്ലാം തന്നെ മനോഹറിനെ കൊന്നു കൊലവിളിക്കാൻ വേണ്ടി ഷാരിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഷാരി അങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും. എന്തായാലും മനോഹറിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഷാരിയുടെ കൈകളിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ സ്വന്തം മകളായിട്ടുള്ള സരയുവിന്റെ കൈകളിലായിരിക്കും. എന്തായാലും രാഹുൽ അത് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.